നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. ഇനി ഒരിക്കലും നിങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. 1 വർഷക്കാലം ഞാനും ഈ വീട്ടിൽ താമസിച്ചതല്ലേ, ആ ഒരു പരിഗണന വെച്ചെങ്കിലും അവളെ കാല് ഞാൻ പിടിക്കും. ഒരേ ഒരു നോക്ക് അവളെ കണ്ടിട്ട് ഞാൻ മടങ്ങിക്കോളാം. ശരി, കണ്ട ഉടനെ മടങ്ങിക്കൊള്ളണം. ഇനി എന്താ അർജുൻ അമൃതയ്ക്ക് ചെക്കപ്പ് ഉള്ളത്? ഒരാഴ്ച കഴിഞ്ഞ് ഡെയിലി ചെക്കപ്പിന് ഡോക്ടർ സൂസൻ വന്നോളും. ഇപ്പൊ നല്ല ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ടല്ലേ? അർജുന്റെ മിടുക്ക ഇതിനൊക്കെ കാരണം. എനിക്കായിട്ട് എല്ലാരും ബുദ്ധിമുട്ടുകയാ. നാവെടുത്ത അമൃതയ്ക്ക് ഈ ഒരു ഡയലോഗേ ഉള്ളൂ. അവൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടിയല്ലേ ശീലമുള്ളൂ. അമൃതേ, അതിനുള്ളൊരു ചാൻസ് ഞങ്ങൾക്ക് കൊടുത്താ. കമ്പനിയില് ഇദ്ദേഹം വരാത്തതുകൊണ്ട് വലിച്ചന് വലിയ കഷ്ടപ്പാടല്ലേ? എല്ലുമുറിയെ പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആഹാരം കഴിച്ചാൽ ആഹാരത്തിന് നല്ല സ്വാദ് കൂടുന്ന. വല്യമ്മേ, ഇനി വലിച്ചന് ഉപ്പും പുളിയൊന്നും കൃത്യമായിട്ട് ഇടണമെന്നില്ല കേട്ടോ. എല്ലുമുറിയെ പണിയെടുത്തിട്ടാ വരുന്നത്. എന്തായാലും സ്വാദായിരിക്കും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഹലോ, അതേ കുളിക്കാണല്ലോ. കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടോ. ശരി. വർഷയെ ഞാൻ തിരിച്ചു വിളിക്കും. മതി വലിച്ച. ഒന്ന് നോക്കമ്മേ, ഈ കുണ്ട ഇളകി മാറിപ്പോയി. എന്നെ പഴയ സൂരജല്ല. ഈ അമ്മയുടെ ഒരു അമ്മേ, എനിക്കൊരു 50,000 വേണമായിരുന്നു. എന്തിനാണ് എനിക്ക് പൈസ? അത് എനിക്കൊരു പിന്നെ സ്മാർട്ട് ഫോൺ വാങ്ങാനാ. 25,000 രൂപയുടെ യഥാർത്ഥ വില. ഓൺലൈൻ ബുക്ക് ചെയ്ത ഒരു 50,000 രൂപ കിട്ടും. ആ ടോളിക്കുട്ടി ഷിബിനൊക്കെ അത് വാങ്ങിച്ചു. ഞങ്ങളെ കയ്യില് എന്റെ കയ്യിൽ മാത്രമല്ല അങ്ങനെ ഒന്നും. പ്ലീസ് അമ്മേ. കഴിഞ്ഞ മാസമല്ലേ പുതിയ ഫോൺ വാങ്ങാൻ പറഞ്ഞ് എന്ത് ഞാൻ പൈസ വാങ്ങിച്ചു? അല്ലെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാ മുന്നേ ഇത്ര വിലയുടെ ഫോണ്? ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മതി മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ എന്താവശ്യപ്പെട്ടാലും ഇതിനെ പതിവ്. വീട്ടിൽ കുറെ പണം വേണ്ടെന്ന കാര്യം മാക്സിന് മുമ്പിൽ ഞാനാണ്. അമ്മയ്ക്കമ്മ ഞാനല്ല കാണുന്നത്. അയ്യോടാ, പിണങ്ങിയത് മോനുണ്ടാവും. ഇതൊരു ഫോൺ പൈസ അമ്മ തരില്ല. പിന്നെ മോനല്ലേ മറ്റാർക്കും നമ്മൾ കൊടുക്കാം. ഒരു പൈസ ഹലോ ജഗുബായ്, ഞാൻ അനിരുദ്ധൻ. പണം ഓക്കെയാണ്, അല്ലേ? ഇത്തിരി ബൾക്കായിട്ട് തന്നെ കാണും. വായന സാധനത്തിന് ഇപ്പൊ ഹോസ്റ്റലിലാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്.
ഒന്ന് നേരിട്ട് കാണാം. ഓക്കെ. മച്ചു റെഡിയാണ്. മുട്ടൻ സീനായിരുന്നു. അമ്മ വീണു. നമുക്ക് ഉടനെ തന്നെ ജഗുബായ എടുക്കണം. നീ അത്തടി പറ്റി ഞാനിങ്ങെത്തി. അമ്മ വരുന്നില്ല. ഇല്ല ബ്രോ, അത് ശരിയായില്ല. പൈസ ഇതിന്റെ കുറവ് കാരണം എന്റെ നാളെ നിന്ന് ചെല്ലാണ്ട മോനെ ഹെൽമെറ്റ് നോക്കിയല്ലേ ഇവിടുത്തെ പിള്ളേർക്ക് മിസ്റ്റർ രംഗനാഥൻ, രാജീവ് വിടരും നിന്നിരികൾ കാശ്മീരം ഉതിരും നിൻചൊടികൾ എന്നിൽ ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അല്ലോ. രാജീവം വിടരും നിന്നിരികൾ കാശ്മീരം ഉതിരും നിൻചൊടികൾ എന്നിൽ സുഖം അല്ലേ? സുഖം. കുടുംബമൊക്കെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ല വീട്ടിലില്ലാത്ത ഒരു വലിയ മനുഷ്യൻ. വിശേഷങ്ങൾ സുഖമെന്ന് പറയാതെ തരമില്ല. ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടറായി ചാർജ് എടുത്തു. കുടുംബമൊക്കെ ഇല്ലമ്മോ ഇല്ല. ഈ മനസ്സും ശരീരവും ആർക്കും വിജയന്റെ വിശേഷങ്ങൾ എനിക്ക് ഇനി മാറ്റി. സൗകര്യങ്ങൾക്കുള്ള വീടാണ്. ഏതൊരു വീടുമയും മനസ്സിൽ താമസിക്കുന്ന സുന്ദരമായ സ്വപ്നമാണ് താമസിക്കാൻ ആവശ്യമുള്ള ഒരു വീട്. എന്റെ ഭാഗ്യമാണ്. ആ വീടിനെ സ്വർഗമാക്കാൻ നിലവിളക്ക് പോലൊരു പെണ്ണ്, അതും എന്റെ അമ്മ. രംഗനാഥൻ ഭാഗ്യവാനാണ്. അതൊക്കെ പോട്ടെ, രംഗനാഥൻ കണ്ടില്ലല്ലോ. ബിസിനസ് ആവശ്യങ്ങൾ പോയിരിക്കുകയാണ്. മറ്റന്നാളെത്തും. അദ്ദേഹത്തെ കാണാൻ അത്യാവശ്യമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെയാണ് ഇവിടെ ചാർജ് എടുത്തത്. രംഗനാഥൻ എന്ന മനുഷ്യ സ്നേഹയെ കുറിച്ച് ഒരുപാട് കേട്ടു. അയൽപക്കമല്ലേ, ഒന്ന് കണ്ടുകളയാന്ന് ചോദിച്ചു. എത്രമാത്രം വിജയനാണ്? അതെ, തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരൻ ഞാൻ തന്നെ. എന്തായാലും
വന്നത് വെറുതെ ആയില്ല. അവിചാരിതമെങ്കിലും ഈ കൂടിക്കാഴ്ച എനിക്കൊരു അനുഗ്രഹമാണ്. മറ്റൊരാൾക്കും കഴുത്ത് നീട്ടി കൊടുക്കണമെന്ന് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ എന്റെ വിധി. വെറും രണ്ടക്ഷരങ്ങൾ കൊണ്ട് സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ മഹത്തായ വാക്ക് വിധി. അതെ, വിധിയാണ്. പക്ഷേ ഈ വിധിയിൽ ഞാൻ സന്തുഷ്ടനാണ്. വെറുക്കരുത്. ഇല്ലമ്മ, വെറുക്കാൻ എനിക്കാവില്ല. മറക്കാൻ സമയം പോയതറിഞ്ഞില്ല. ഞാൻ ഇറങ്ങട്ടെ. ഏനാൾ കൂടി കണ്ടിട്ട് ഒരു ചായെങ്കിലും കുടിക്കാതെ പോയാൽ അതും എനിക്കൊരു നമ്പരമാണ്. വേണ്ട മോ, വേണ്ട. ഞാനിപ്പോ ഒരു സദ്യ ഉണ്ട്, അത്രയും തൃപ്തനാണ്. ചായ പിന്നീട് ഒരിക്കലാണ്. രാജീവ് വിടരും നിന്നിരികൾ കാശ്മീരം ഉതിരും നിൻചൊടികൾ എന്നിൽ ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ആരാത്? നമ്മുടെ റോഷൻ, കെ റോഷൻ. ആ കാൽഡോസ്കോപ്പ് നാടകത്തിലെ ഓ, കെ റോഷൻ, കെറോസിൻ. ആ, അത് തന്നെ. റോഷൻ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ആ നാടകത്തിന് ശേഷം സീരിയൽ മേഖലയിലാണ് അദ്ദേഹം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. റോഷന്റെ കൂടെ ഒരുത്തൻ നിൽപ്പുണ്ടല്ലോ, ആരാത്? അതോ, ചക്കിക്കത്ത ചന്ദ്രൻ എന്ന് പറയും പോലെ റോഷനൊരു അസിസ്റ്റന്റിനെയും കിട്ടിയിട്ടുണ്ട്. അസിസ്റ്റന്റ് മോശക്കാരനല്ല കേട്ടോ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ക്യാമറമാൻ തുടങ്ങി എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച പ്രഗത്ഭരായവരുടെ കൂടെ പ്രവർത്തിച്ച് നല്ല തഴക്കവും പഴക്കവും വന്ന കലാകാരനാണ് ഈ അസിസ്റ്റന്റ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയില്ലേ എന്തോ തരികിട ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ഇനി അധികം പറഞ്ഞ സമയം കളയണ്ട, അല്ലേ? എന്താണ് ഇവരുടെ പരിപാടി എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഞാൻ തരികിട, നീ തരികിട, ഇവൻ തരികിട, അവൻ തരികിട, ഞാനും നീയും ഇവനും അവനും. ദുഃഖമേ ദുഃഖമേ ഡയറക്ടർ കെ റോഷൻ സ്പീക്കിംഗ്. ആരെ? റോഷൻ ആംബ്രൂസോ? അത് ഞാനല്ല, പുതിയ വല്ല പയ്യന്മാരായിരിക്കുന്നു. ഞാൻ കെ റോഷൻ, പ്രശസ്ത നാടക സീരിയൽ. ഹലോ ഹലോ, ഈ കെ റോഷൻ എന്ന പേര് കേൾക്കുമ്പോഴത്തേനും ഫോൺ കട്ടാവുന്നല്ലോ. പേരിനൊരു പഞ്ച് പോരാ, അതാ. ആണല്ലേ? പക്ഷെ എന്റെ കാലുകൾ വെച്ച് നോക്കുമ്പോൾ ഈ പേര് മറ്റേ പേര് വെച്ച് നോക്കുമ്പോ കളിയാക്കാൻ കച്ച കെട്ടി ഇറങ്ങിട്ടല്ലേ കള്ളത്താടി. ആ കാലിഡോസ്കോപ്പ് നാടകം കളിച്ചതിന് ശേഷം എന്റെ കാലിബർ മനസ്സിലാക്കിക്കൊണ്ട് അസിസ്റ്റന്റ് ആയിട്ടെങ്കിലും കൂടെ കൂട്ടാമെന്ന് ചോദിച്ച് ആ ജബ്ബാർ കിളിങ്ങിയതാ. തനിക്ക് പകരം അവനെ ഞാൻ അസിസ്റ്റന്റ് ആക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. ആ പേരൊന്ന് പഞ്ചാക്കണമെന്നാ ഞാൻ. എന്നാൽ എന്റെ കാലിബർ അനുസരിച്ചൊരു പേര് താൻ തന്നെ പറ. തനിക്കതിനുള്ള കാലിബർ ഉണ്ടോ നോക്കട്ടെ. റോഷൻ കെ. ഒരു വെറൈറ്റി പേര് വേണം, കേൾക്കുമ്പോ തന്നെ ഒരു എടുപ്പ് തോന്നുന്ന പേരായാലോ. വിശദീകരണം വേണ്ട, ഒരു കാലിബറുള്ള പേര് പറ. ഈ റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന പോലെ ഒരു ദിൽബേറിയം പേരായാലോ. ഒന്ന് പറഞ്ഞു തോലക്കെ, ടെൻഷൻ അടിപ്പിക്കാതെ. റോഷൻ റോഷൻ സാമുവൽ. റോഷൻ
സാമല ഈ പേര് ശരിയാവില്ല. അതെന്താ? ഞാനൊരു ഹിന്ദു അല്ലേ, അപ്പൊ എങ്ങനെ ഒരു ക്രിസ്ത്യൻ പേര് കൂടെ ചേർക്കും? കാണുന്നവരും കേൾക്കുന്നവരും മണ്ടന്മാരല്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പേര് നോക്കി ജാതി മതമൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തിൽ റോഷൻ സാമുണ്ടാക്കിയാൽ ഗംഭീര പഞ്ചാബും ന്യൂനപക്ഷ സപ്പോർട്ടും കിട്ടാൻ നല്ലതാണ്. ആണല്ലേ? ആ, എന്നാലൊക്കെ എന്നാലും റോഷൻ സാമുവൽ അല്ല, ഡയറക്ടർ റോഷൻ സാമുവൽ സ്പീക്കിംഗ്. മതി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പുക പുറത്തെടുത്താൽ ഏതാണ്ട് ഇത്രയും വരും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. നശിപ്പിച്ചു. പിന്നെ നമ്മുടെ പുതിയ സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുടെ ഇന്റർവ്യൂ ഇന്നല്ലേ? അതെ. ഇന്നാരെങ്കിലും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ, ഞാനതങ്ങ് മറന്നു. ഒരാൾ വിളിച്ചിരുന്നു. സംസാരമൊക്കെ കേട്ടിട്ട് ആളെങ്ങനെ? നല്ല ഗാംഭീര്യമുള്ള വോയിസാ. അയാൾ മൈക്കിൽ സംസാരിച്ചാൽ സ്പീക്കർ പൊട്ടി തെറിക്കും. ഗ്ലാമറൊക്കെ എങ്ങനെ ഉണ്ടാവും? നല്ല ഗാംഭീര്യമുള്ള വോയിസ് അല്ലേ? അപ്പോൾ ഏതാണ്ട് ഒരു ഹൃതിക് റോഷന്റെ കട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ അവൻ തന്നെ നമ്മുടെ നായകൻ. ഈ റൂമിന്റെ വാടക നമുക്ക് ഓർക്കണ്ടേ? അവനെ നമുക്ക് പിഴിയാം. ഇങ്ങോട്ട് കയറുന്നു. റൂം നമ്പർ 324 ഓക്കെ, ശരി. ഞാൻ തരികിട, നീ തരികിട, ഇവൻ തരികിട, അവൻ തരികിട, ഞാനും നീയും ഇവനും അവനും നമ്മളും മാനോരവനും ഇലതൃണും ഇലതൃണും ഇലതൃണും. Yes, come in. ഇതാണോടോ താൻ പറഞ്ഞ ഋതിക് റോഷൻ? ഇവനെ കണ്ട ദൃഷ്ടിക്ക് ദോഷം വരില്ലേ? പഠിക്കോ? എന്താ പേര്? അക്ബർ ഖാൻ. തനിക്ക് ഞാനൊരു അഭിനയ മുഹൂർത്തം തരാം. അതൊന്ന് കാണിക്കൂ. തന്റെ അച്ഛൻ
മരിച്ചു കിടക്കുകയാണ്. നിർത്ത് മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് അഭിനയിച്ച് കാണിച്ചേ. തനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചൊന്ന് വിചാരിക്കുക, അപ്പൊ ഉണ്ടാവുന്ന ഭാവം ഇത് തള്ളി വരണം. തനിക്ക് ഞങ്ങളുടെ സീരിയലില് നല്ലൊരു റോള് തരാം, പോരാ? അപ്പൊ ഞങ്ങള് വിളിക്കാം. അപ്പൊ ശരി, ഓക്കെ. ഇവനൊക്കെ എവിടെന്ന് കുറ്റം പറിച്ചു വരുന്നടേ. ആ പ്രതീക്ഷയും പോയി. പൈസ വന്ന നട്ടന്മാർക്ക് വന്നില്ല, ലാലേട്ടനും മമ്മൂക്കൊക്കെ വന്ന് സഹകരിക്കും. സീരിയല്ല പിന്നെന്താ, സ്ക്രിപ്റ്റ് റെഡി, സംവിധായക റെഡി, ക്യാമറമാൻ നമ്മുടെ കൂടെ ഉണ്ട്. പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ചുക്കും പേടിക്കാനില്ല. പിന്നെ ക്യാഷിന്റെ കാര്യത്തിലാവും. താനാ നിർമ്മാതാവിനെ തപ്പാന്ന് പറഞ്ഞിട്ട് എന്തായി? അത് ശരിയാവില്ല, ആള് സ്ഥലത്തില്ല. പിന്നെ സാറിന് എന്തിനും വേറൊരു നിർമ്മാതാവിന്റെ ആവശ്യം? നല്ലൊരു മുതല് കയ്യിലുള്ളപ്പോ ഇതാ ഈ ചെമ്പു മുതല, ഇതുകൊണ്ട് എന്തുണ്ടാക്കാനാ? അതല്ല ഞാൻ പറഞ്ഞ സാറിന്റെ അലയന്റെ കാര്യം. പൂത്ത കാശുള്ള ഒരു അലയൻ കയ്യിലുള്ളപ്പോ സാറിന് എന്തിനെ പേടിക്കണം? അത് ശരിയാ, പക്ഷെ ഒരു പ്രശ്നം. അതെന്താ? ഷോർട്ട് ഫിലിമിനെന്ന് പറഞ്ഞേ പെങ്ങടെ കയ്യിൽ നിന്ന് മേടിച്ച 3 പവന്റെ മാല പണയത്തിലാ. അതും അളിയനറിയാ തന്നതാ. അതിന് പെങ്ങളെ അളിയനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് പെങ്ങളറിയാതെ അളിയനായിട്ടൊരു ഡീൽ. ഏത്? എന്നാലൊക്കെ പിന്നെ ഒരു കിടല റോള് അളിയനെ ഓഫർ ചെയ്താൽ സംഗതി നടത്തും, അതുറപ്പാ. എന്നാൽ അളിയനെ ഇപ്പൊ തന്നെ വിളിക്കാം. കിട്ടിയാലും ഊട്ടി, അല്ലെങ്കിൽ താങ്കളുടെ അക്കൗണ്ട് വളരെ കുറവായതിനാൽ കോൾ ചെയ്യുവാൻ സാധിക്കുന്നതല്ല. താങ്കളുടെ അക്കൗണ്ട് വളരെ കുറവായതിനാൽ കോൾ ചെയ്യുവാൻ സാധിക്കുന്നതല്ല. അളിയൻ ഫോൺ എടുക്കുന്നില്ലടേ. പിന്നെ ഈ കാര്യത്തിന് നേരിട്ട് പോന്ന അതിന്റെ ഒരു ഇത്. എന്നാൽ അങ്ങനെ തന്നെ ആവാം. ആവശ്യക്കാരന് ഔചിത്യം എന്തിനല്ലേ? അല്ല, നമ്മുടെ സീരിയലിന്റെ പേര് അളിയൻ ചോദിച്ചാൽ എന്തിട്ട് പറയാ? അതിന് പേടിക്കണ്ട, ഒരു കിടിലം പേര് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പേര്? ചുവന്ന തെരുവിലെ പതിവ്രത. മെഗാസീലിനെ പറ്റ വരണേ. ചുവന്ന തെരുവിലെ പതിവ്രത. എന്നാ അയ്യർ രംഗനാഥനെ നമുക്ക് നേരിട്ട് കാണാം. ഓക്കേ. ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം. ഹലോ, രംഗനാഥൻ ഹിയർ. 500 പേർക്കോ? നല്ല ചെലവ് വരുന്ന കാര്യമാണല്ലോ. ഒരു കോൾ വന്നാൽ അത് രംഗനാഥൻ അറ്റൻഡ് ചെയ്തുവെങ്കിൽ അതിനർത്ഥം വിളിച്ച ആളുടെ ഉദ്ദേശം നടന്നു എന്നാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഈ എളിയവൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? അതിന്റെ ആവശ്യമൊന്നുമില്ല.
പ്രശസ്തി കിട്ടാൻ വേണ്ടി ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഉദ്ഘാടകന്റെ ഫോട്ടോ അത് മാത്രം മതി. ഓക്കെ ഓക്കെ. എന്റെ ഗണേശ, പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം, സമാധാനം, അതാണ് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ രംഗനാഥൻ ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഹലോ, ആ വിൻസെന്റ് പറയൂ. ഉണ്ട്, ഞാൻ വീട്ടിലുണ്ട്. ഓഹോ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായി അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലേക്ക് പറഞ്ഞേച്ചു. അവർക്ക് വേണ്ട സഹായമല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളൂ. ഓക്കെ. പുണ്യപ്രവർത്തികളാണ് രംഗനാഥന്റെ സമ്പത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും അച്ചുതൻ. പക്ഷെ പലപ്പോഴും അർഹതയില്ലാത്തവരാണ് സഹായങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി വീട്ടിലെത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് സുഹൃത്തുക്കൾ മുഖേന ഒന്ന് അന്വേഷിച്ചത് മാത്രമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമെങ്കിൽ രംഗനാഥനെ സമീപിക്കാം, ഒരു ഉപാധികളുമില്ല. ആരാണ്? മോളെ പഠിപ്പിന്റെ കാര്യത്തിന് സാറൊന്ന് മനസ്സുവെച്ച. ഓ, വിൻസെന്റ് പറഞ്ഞിരുന്നു. എന്താ പേര് പറഞ്ഞത്? ജോസഫ്. മകളുടെ പേര്? ജോസ്മി. ജോസ്മി ജോസഫ്. ഓ, മകൾക്ക്, അതായത് ജോസ്മി ജോസഫിന് നഴ്സിംഗ് അഡ്മിഷൻ കിട്ടിയെന്ന ഉറപ്പിൽ നിങ്ങൾക്ക് പോകാം. പിന്നെ പണമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പഠിക്കും. ധൈര്യമായിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മാത്രം മതി എനിക്ക്. ചെല്ലും, ധൈര്യമായിട്ട്. പലരുടെയും പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് വെറും രംഗനാഥൻ ഇന്നത്തെ രംഗനാഥനായി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഹലോ മിസ്റ്റർ പോത്തൻ, നല്ല രീതിയിൽ ഒരു വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചോരയുടെ മണ്ണമുള്ള ഒരു ബിസിനസ്സിലേക്ക് ഈ രംഗനാഥനെ ക്ഷണിക്കരുതെന്ന്. മേലാൽ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. നല്ല വഴികളിലൂടെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ഇന്നീ കാണുന്ന സാമ്രാജ്യം. പണ്ട് പലവട്ടം തള്ളിപ്പറഞ്ഞവരും ആട്ടി അകറ്റിയവരും ഇന്നീ നിലയിലെത്തിയപ്പോൾ ബിസിനസ് പങ്കാളിയാകാൻ വേണ്ടി രംഗനാഥൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അതും മനുഷ്യത്വം തൊട്ടുതീട്ടാത്ത പ്രവർത്തികളുടെ പങ്ക് പറ്റാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടെനിക്ക്. അതിനവകാശികളായി രണ്ടുപേർ, എന്റെ ഭാര്യ അരുന്ധതിയും പിന്നെ അല്ല ഇവളിത് എവിടെ പോയി കിടക്കുന്നു? അരുന്ധതി, അരുന്ധതി. എത്ര വട്ടം വിളിച്ചടി, നീ ഇത് എവിടെ പോയി കിടക്കരുന്നു? കുറച്ചുകൂടി മാന്യമായ ഭാഷ സംസാരിക്കുന്നതാണ് എനിക്ക് താല്പര്യം. ഓ, ഭഗവതി ഇത്ര നേരം ഏത് പ്രവൃത്തിയിലാണ് വാപൃതയായിരുന്നത്? കളിയാക്കണ്ട, ഞാൻ അടുക്കളയിൽ ചെന്ന്. ഓ, സമാധാനം. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ടാവും ബാക്കി. നല്ല വിശപ്പ്, ഞാൻ കൈ കഴുകി വരാം, നീ എടുത്ത്. എന്തെടുത്ത് വെക്കാൻ?
ആഹാരം അടുക്കളയിൽ. അതോ, ഞാൻ അടുക്കളയിൽ ചെന്ന് പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോ എന്റെ സാരി എടുക്കായി. ഞാൻ അത് മാറ്റി വേറൊന്നും എടുക്കായിരുന്നു. ആ പഴയ സാരി ഡ്രൈ ക്ലീനിങ് കൊടുക്കണം. ഇവളുടെ ഒരു സാരി ഉള്ള വേലക്കാരെയും പറഞ്ഞു വിട്ടതുകൊണ്ട് മനുഷ്യന് നേരത്തെ ഒരു ചായ പോലും കിട്ടാതെ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ദേശീയ കുടുംബത്തിൽ ഊർമെടുക്കുന്ന സാരി ഇത്രത്തോളം വരില്ല. ആര്? ഏത് ഉർമിള? ചന്ദ്രമഴ സീരിയലിലെ ഊർമിള ദേശായി. കേരളത്തിലെ ആണുങ്ങളുടെയും കുഞ്ഞുങ്ങളുടെ ഒരു ഗതികേട്, നേരത്തിന് ആഹാരം കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഹോട്ടലിൽ പോയി കഴിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുത്തണം. കഷ്ടം. എടി നീയൊക്കെ എന്തറിഞ്ഞിട്ടാടി? ഓ എന്റെ പൊന്നു ഭവതി, ഈ ചന്ദനമഴ ഉള്ളപ്പോ മാത്രമേ ആ ഉർമിള ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാറുള്ളൂ. ഈ മഴയില്ലാത്ത നേരത്തെ ആ സ്ത്രീ ഒരു പൊട്ടുപോലും തൊടാറില്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടോ. ഫേസ്ബുക്ക് കള്ളത്തരമുക്കും പൊള്ളത്തരമുക്കും വൺ ഡിമാൻഡ് കിട്ടുന്ന സംരംഭമാണ് ഈ ഫേസ്ബുക്ക്. ഓരോരുത്തർക്കും തോന്നിയത് എഴുതി വെക്കാൻ ഒരിടം. വെറും സീരിയലാണ് ജീവിതമെന്ന് കരുതുന്ന സ്വപ്നജീവികളുടെ പ്രതിനിധികളോട് സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ ക്ലബിൽ പോയി അഴിഞ്ഞാടി നടക്കല്ല, അത്രയും സമാധാനം. താൻ എന്ത് പറഞ്ഞടോ? തനിക്ക് എന്നെ നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ ആര് ധൈര്യം തന്നു? പറയടോ, ആ പഴയ വേലക്കാരിയാണോ? എന്താ? ഓ എന്റെ ഗണേശ, ഞാൻ ഏർപ്പാടാക്കിയ പുതിയ വേലക്കാർക്കും ഡ്രൈവർക്കും നിങ്ങളില്ലാത്തപ്പോ എനിക്ക് ഭരിക്കുന്ന ഒരാൾ വേണ്ടേ? ഇയാള് പാചകകാര്യത്തിലൊക്കെ എങ്ങനെ? ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക മത്സരാർത്ഥിയാണ് എന്റെ സൂരജ് മോഹൻ. ഈ പടിപ്പുര വീട്ടിൽ പത്മാവതി. പത്മം ഇവൾ എന്നെ നശിപ്പിക്കും. ഇന്റെ ഒരു മുടിന് സീരിയൽ. എന്താ ഇത് മിസ്റ്റർ രംഗനാഥൻ, നിങ്ങൾക്ക് നാണമില്ലേ ഈ പനിനീർ പുഷ്പത്തിനെ നോവിക്കാൻ? നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു? ഞാൻ അന്ന് വന്നപ്പോ കണ്ട മാതൃകാ ദമ്പതികളല്ലല്ലോ നിങ്ങൾ ഇന്ന്. നീ അകത്ത് പോയി ആ ഗണേശനോട് ജേക്കബ് സാറിനെ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണം. ചെല്ല്. ചായയോ കാപ്പിയോ ആകാം, ഷുഗർ വേണ്ട കേട്ടോ. അത് ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. സാറെന്താ നേരത്തെ പറഞ്ഞത്? നാണമില്ലേ എന്നല്ലേ? ഭർത്താവും ഭാര്യയും വഴക്കിടുന്നതും ഇടയ്ക്കൊന്ന് പൊട്ടിക്കുകയും ചെയ്തില്ലെങ്കിൽ എന്തോന്ന് കുടുംബജീവിതം സാറേ? ഇതൊന്നുമില്ലാത്ത മാതൃക കുടുംബങ്ങളൊന്നും ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഒരു കുടുംബമില്ലാത്ത താങ്കൾ അത് അംഗീകരിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. കുടുംബമില്ല എങ്കിലും ഒരുപാട് കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു കുടുംബനാഥനെ ഞാൻ ആദ്യമായി കാണാം. ഭർത്താവും ഭാര്യയും വഴക്കിടുന്നൊക്കെ സർവ്വസാധാരണമാണ്. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് താങ്കൾ കേട്ടിട്ടില്ലേ? സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവർ ആരായിരുന്നാലും അഴിയണേണ്ടി വരും. അത് ഭർത്താവായാലും. കോർപ്പറേറ്റുകളെ വളർത്തുവാൻ വേണ്ടി കോടികൾ കോഴ വാങ്ങാൻ കച്ച കിട്ടിയിറങ്ങിയ സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ പാവം പെൺകുട്ടികളെ പച്ചയ്ക്ക് പിച്ചിച്ചീന്തുന്ന ഗോവിന്ദചാമിമാരെ തീറ്റിപ്പോറ്റുന്ന നാട്ടിൽ പട്ടിയുടെയും പശുവിന്റെയും വില പോലും മനുഷ്യന് കൽപ്പിക്കാത്ത നാട്ടിൽ വെറും സൗന്ദര്യ പിണക്കങ്ങളെ കൊട്ടിഘോഷിച്ച് നടക്കാനാണ് ജനങ്ങൾക്ക് താല്പര്യം.
ഒരു നിയമപാലകനായ താങ്കളും ആ നിലയിലേക്ക് തരം താഴുകയാണോ? കഷ്ടം. ഭരിക്കുന്നവർ എങ്ങനെയിരുന്നാലും നീതി നടപ്പാക്കാൻ നട്ടലുള്ള ആളുകളും ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്ന് താങ്കളും അറിയും. ഞാൻ ഇനിയും വരും, തന്നെ കൂട്ടാനുള്ള വിലങ്ങുമായിട്ട്. ജേക്കബ്, കുന്നോളം തെളിവുകളും കടലോളം സാക്ഷിമൊഴികളും വരിതെറ്റാതെ നിരത്തിയിട്ടും അഴിമതിക്കാരും കൊലപാതകങ്ങളുമായ ജനനായകരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഈ രാജ്യത്ത് ഒരു പാവം പെൺകുട്ടിയെ പച്ചയ്ക്ക് പകുത്തു പങ്കിട്ടവനെ പ്രായപൂർത്തിയായിട്ടില്ലെന്നൊരൊറ്റ കാരണത്താൽ നീതിപീഠം വെറുതെ വിടുന്നത് കണ്ട് കണ്ണു മഞ്ഞടിച്ചു പോയ ഈ ജനതകൾക്ക് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്നൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല മിസ്റ്റർ ജേക്കബ് സ്റ്റീഫൻ. നമുക്ക് കാണാം. ഞാനിവിടുത്തെ പുതിയ വേലക്കാരനാണല്ലേ? തമിഴ്നാട് ബംഗാളിയാ മോളെ തമിഴ്നാട് அண்ணா இங்க ரெங்கநாத முதலாளி எங்க போச்சு? എന്താ ഒന്നുകൂടി പറഞ്ഞു? മലയാളിയാണല്ലേ? ഈ വീട്ടിലെ കൊച്ചമ്മയുടെ ആങ്ങളെയാ ഞാൻ. എന്റെ അളിയനും പെങ്ങളും എവിടെ പോയി? മുതലാളി മോളിൽ ഫോൺ ചെയ്യ, കൊച്ചമ്മ ബാത്റൂമിൽ കിടന്ന് കുളിക്കുക. അതെങ്ങനെ തനിക്കറിയാം? എന്നോട് ആ റൂമിന്റെ പരിസരത്തേക്ക് അടുക്കെടുത്തുമായിട്ടാ കൊച്ചമ്മ പോയത്. അങ്ങനെ എന്താ തന്റെ പേര്? ഗണേശ സുന്ദരൻ. മുതലാളിയുടെ അളിയനാണല്ലേ? മുതലാളിയുടെ ഭാഗ്യം. ഇതിനും വലുത് എന്തോ വരാണ്ടിരുന്നതാ. താൻ പോയി അളിയനോട് റോഷം വന്നിരിക്കുന്നു പറ. അല്ല, ഇതാര്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. പിന്നെ ആ കാലഡോസ്കോപ്പ് കളിച്ചതിന് ശേഷം നിന്ന് തിരിയാൻ നേരം കിട്ടിയിട്ടില്ല. 2-3 സ്ഥലത്ത് നാടൻ കളിച്ചു. നല്ല കാര്യം. ഈ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾക്കൊരു പുതിയ സീരിയലിന്റെ വർക്കിലാണ്. ഓഹോ, സ്ക്രിപ്റ്റ് അടക്കം എല്ലാം ഓക്കെയാണ്. കുറച്ച് പണത്തിന്റെ കുറവുണ്ട്. സീരിയൽ പിടുത്തം പ്രതിസന്ധിയിലാണ്. എത്ര രൂപയുടെ കുറവുണ്ട്? വെറും 10 ലക്ഷം രൂപയുടെ കുറവ്. ഓഹോ,
അപ്പോ സീരിയൽ മേഖലയെ രക്ഷപ്പെടുത്താൻ തന്നെയാണ് ശ്രമം അല്ലേ? അതെ. കഷ്ടപ്പെടാതെ ആരും ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. ഞങ്ങള് പണിയെടുത്ത് കുടുംബം പോറ്റേണ്ട സമയത്ത് ഒരു നാടകത്തിൽ കളിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്ന നിങ്ങളെ മണ്ടന്മാരെന്ന് വിളിക്കാൻ പോലും ലജ്ജ തോന്നും. ഞങ്ങള് വേണ്ട, ഈ കാര്യത്തിൽ എന്റെ യാതൊരു സഹകരണവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അലിയം കൂടി കൈയൊഴിഞ്ഞ കേരളത്തിലെ അനേകം പുരുഷന്മാരുടെ ശാപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ഇവിടെ ഒരുത്തിയെ സഹിക്കുന്ന പാടെ എനിക്ക് മാത്രമേ അറിയൂ. എപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മേ, നീ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു അമ്മേ. ഒന്ന് ഫോൺ ചെയ്ത് പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നു. ആ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു. അതൊരു മുടന്തൻ ന്യായമാണ്. ഞാനും എന്നെയൊന്നും എന്നെയും പഠിപ്പിക്കണ്ട. എന്റെ കാര്യം നോക്കാനും എനിക്കറിയാം. അതെ, നിന്റെ കാര്യം നീ നന്നായി നോക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയെ കാണാമെന്ന ഈ വീടിനേക്കാൾ സ്വസ്ഥായിടം എനിക്ക് ഹോസ്റ്റലില്ല. ഞാൻ പോകാമേ. ന്യായമല്ലാത്ത അവന്റെ ആവശ്യങ്ങളെ ഞാൻ അവഗണിച്ചപ്പോ അതെല്ലാം നിറവേറ്റി കൊടുത്തുകൊണ്ട് നീ ഒറ്റയെടുത്തിയാണ് അവനെ മനസ്സിലാക്കിയത്. നമ്മുടെ മോനല്ലേ അവൻ? അവന് വേണ്ടിയല്ലേ? നിർത്ത്. അമിതമായ സ്നേഹം കൊടുത്ത് ഒരു അച്ഛൻ എന്ന പരിഗണനയ്ക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവരുടെ വാസം സാധ്യം. ഹലോ, ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആ, അനാഥ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന്റെ കാര്യമല്ലേ? ഏയ്, ഒട്ടും പേര് വേണ്ട. ആ, നിങ്ങൾ ആ കോശി ഒന്ന് കണ്ടേക്ക്. കേസ് അദ്ദേഹം തരും. പിന്നെ ഞാൻ അന്നേ ദിവസം അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. ഓക്കെ. ഹലോ വിൻസെന്റ്, ആ കേസ് ആ ജോസഫിന്റെ മകളോടെ അതെന്തായി? ആ, പിന്നെ താൻ ഉടനെ കൂശി വിളിച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ അതെന്ന് ഞാൻ പറയാം. അനാഥാലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് കൊടുത്താൽ മതി എന്ന് പറയൂ. പിന്നെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങാണ്. എല്ലാ കാര്യത്തിലും തന്റെ ഒരു ശ്രദ്ധ വേണം. ഞാൻ സമയത്ത് എത്തും. ഓക്കെ. എന്താ? ആ, ഓക്കെ, സമ്മതിച്ചു. ആ, ചെച്ച എന്നോട് വില വെച്ചു. ഹലോ മിസ്റ്റർ രംഗനാഥൻ. എന്താ സാർ ഈ നേരത്ത്? ചുമ്മാ ഒരു കുശലാന്വേഷണം. വന്ന കാര്യം പറഞ്ഞിട്ട് പോണം. എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇന്നൊരു സംഭവമുണ്ടായി. വെള്ളിമുങ്ങ, ഇരുതലമൂരി തുടങ്ങിയ വിലപിടിപ്പുള്ള ജീവികളെ കടത്തുന്നുവെന്ന രഹസ്യ സന്ദേശത്തെ തുടർന്ന് ഞാനൊരു ടെമ്പോ ട്രാവലർ പിന്തുടർന്നു. ഡ്രൈവറുടെ മരണപ്പാച്ചിലിനിടയിൽ ആ വണ്ടി ഒരു ബൈക്ക് യാത്രക്കാരനെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. പക്ഷേ കൃത്യനിർവഹണത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അതിസാഹസികമായി ഞാൻ ആ വണ്ടി കസ്റ്റഡിയിൽ എടുത്തു. സ്വന്തം വീരകൃത്യം വിളമ്പാൻ വേണ്ടിയാണോ സാർ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? ഒറ്റനോട്ടത്തിൽ വിലപിടിപ്പുള്ള ജീവികളെ കടത്തുകയായിരുന്നു ആ വണ്ടിയിൽ.
നന്നായിട്ടൊന്ന് പരിശോധിച്ചപ്പോ ഒരു പെൺകുട്ടിയുടെ ശവം കൂടി അതിൽ നിന്ന് കിട്ടി. ഇതൊക്കെ എന്തിന് ഇവിടെ വന്ന് കളവുന്നു? KL2244 വണ്ടി നമ്പർ താങ്കളുടേതാണ്. അതിന് എന്റെ ഉടമസ്ഥതയിൽ അനേകം വണ്ടികളുണ്ട്. അതിലൊക്കെ എന്തു നടക്കണമെന്ന് അന്വേഷിക്കാനുള്ള സമയം എനിക്കില്ല. പോലീസ് മുറ പ്രയോഗിച്ചപ്പോ ഡ്രൈവർ എന്നോടെല്ലാം പറഞ്ഞു. വമ്പൻ സ്രാവുകൾക്ക് വേണ്ടി പെൺകുട്ടികളെ കാഴ്ചവെക്കുന്നതും തെരുവ് കുട്ടികളെ പോലും കടത്തിക്കൊണ്ടുപോയി അവയവങ്ങൾ അറുത്തു മാറ്റി വിൽക്കുന്നതും അടക്കമുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒരുപാട് കാലങ്ങളായി ചെയ്യുന്നുവെന്ന് അയാൾ സമ്മതിച്ചു. ഇതെല്ലാം അയാൾ ചെയ്യുന്നത് ഈ മേലെടുത്ത് രംഗനാഥന് വേണ്ടിയാണെന്നും. കൊള്ളാം, നിങ്ങളുടെ നിരീക്ഷണം വളരെ നന്നായിട്ടുണ്ട്. ചോദ്യോത്തരങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത മുഹൂർത്തങ്ങളിലൂടെ ഒരുപാട് തവണ കടന്നുപോയിട്ടുണ്ട് ഈ മേലെടുത്ത് രംഗനാഥൻ. ആ മേലെടുത്ത് രംഗനാഥൻ എന്ന മാന്യ വ്യക്തിക്ക് ഇങ്ങനൊരു മുഖം കൂടി ഉണ്ടെന്ന് നാളെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കും. ജേക്കബ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന പലരും എന്റെ പണത്തിന്റെ പങ്ക് പറ്റുന്നവരാണ്. തന്നെ ഇവിടെ വെച്ച് കൊന്ന് കുഴിച്ചുകൂടിയാലും ആരും അറിയാതെ നോക്കാൻ എനിക്കറിയാം. മിസ്റ്റർ രംഗനാഥൻ, താങ്കൾക്ക് തെറ്റി. എനിക്കെന്തെങ്കിലും സംഭവിക്കാത്തിടത്തോളം ഈ വാർത്ത പുറം ലോകം അറിയില്ല. മറിച്ചാണെങ്കിൽ ജോസ്മി ജോസഫ് എന്ന പെൺകുട്ടിയുടെ ശവം കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞാൻ TV ചാനലുകൾക്ക് ഇട്ടുകൊടുക്കും. പുതിയൊരു വാർത്ത വരും വരെ ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ പറ്റിയ നല്ലൊരു ഉപാധിയായിരിക്കും ജോസ്മി ജോസഫും രംഗനാഥനും. ജേക്കബ്, പറയൂ, നിങ്ങൾക്ക് എത്ര വേണം? കോടികളിട്ട് അമ്മാനമാടുന്ന മേലെടുത്ത് രംഗനാഥന്റെ ജീവന്റെ വിലയല്ലേ, അത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. തൽക്കാലം എനിക്ക് ഒരു 20 കോടി മതിയാകും. പിന്നെ എന്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തേക്കണം. നനഞ്ഞിരം കുഴിക്കാൻ ഏറ്റവും എളുപ്പമാണെന്ന് അറിയാവുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് തന്നെയാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചില്ല. സർ, അവൻ കടന്നു വന്നു സാർ. അത് ശ്രദ്ധിക്കാൻ പറ്റില്ല സാർ. സാർ ഇപ്പൊ എന്താ സാർ? ഓക്കെ സാർ. യെസ് സാർ. സാർ, നിങ്ങളുടെ ഡ്രൈവർ തട്ടിത്തെറിപ്പിച്ച ആൾ സ്പോട്ടിൽ തീർന്നു പോയിന്ന്. ഉടനെ അങ്ങോട്ട് എത്താനാണ് IG-യുടെ നിർദ്ദേശം. ഇനി ഇതിന്റെ പേര് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ നോക്കണം. അത് പിന്നെ പറയാനുണ്ടോ? പക്ഷേ നാളെ ഞാൻ പറഞ്ഞ ടീം അത് ഓക്കെ ആകണം. നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടി. അപ്പോ കാണാം. കേട്ടത് എന്റെ ഭർത്താവിന് ഇങ്ങനെയൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. ദൈവമേ, ഞാൻ തൊട്ടുപോകരുതന്നെ. ഇത്ര നാളും
മേലെടുത്ത് രംഗനാഥന്റെ ഭാര്യ എന്ന പദവി എനിക്കൊരു അഹങ്കാരമായിരുന്നു. മതി, കുറ്റപ്പെടുത്തിക്കോളൂ. പക്ഷെ നീ ഒന്നോർക്കണം, നിനക്കും നമ്മുടെ മകനും അല്ലലില്ലാതെ ആർഭടമായി ജീവിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു നിലയിലെത്താൻ ഇതിലപ്പുറം ചെയ്യേണ്ടി വരും. നല്ല വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരുവന് ഈ സമൂഹത്തിൽ ഒന്നും നേടാൻ കഴിയില്ല എന്ന് നീ മനസ്സിലാക്കണം. എങ്കിലും മനുഷ്യ, കൊച്ചു പെൺകുട്ടികളുടെ മാംസത്തിന്റെ അംശമായിരുന്നല്ലോ എനിക്ക് പോലും നിങ്ങൾ കൂട്ടിയത്. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. അരുന്ധതി, നീയില്ലാത്ത ഈ വീട് ഒരു ശ്മശാനം പോലെയാണ്. ഒരുപാട് പേരുടെ ചോരയും കണ്ണീരും കൊണ്ട് കെട്ടിപ്പൊക്കിയ വീടല്ലേ. എനിക്കും ഇതിപ്പോ ഒരു ശ്മശാന. ചേച്ചിയാടാ, ഇവിടെ എനിക്ക് വരണം. ഇങ്ങനത്തെ അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. ഇവിടെ എനിക്ക് വാ. അരുന്ധതി, പെങ്ങള് അളിയൻ വരുന്നില്ലേ? എന്തിന്? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം ഹലോ, അതെ, ഭാരതഭൂഷൺ ചാനൽ നോക്കട്ടെ. ആതിര സേവനത്തിൽ നോബൽ സമ്മാനം കിട്ടിക്കാണും. ഇനിയൊരു സുനാമിക്ക് കൂടി സാധ്യതയുണ്ടെന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ. മുഹമ്മദ് നിസാമിനെ തൊഴിലാളിയെ മർദ്ദിച്ചു കൊന്ന കേസിൽ കഠിന തടവ് ശിക്ഷിച്ചു. താൻ കോഴ വാങ്ങിയെന്ന് പ്രചരിപ്പിക്കുന്നവർ തെളിവ് ഹാജരാക്കണമെന്ന് ദീപക് ചൗഹാൻ. ഇപ്പോൾ കിട്ടിയ വാർത്ത, വിശദമായ പരിശോധനയിൽ അജ്ഞാത വാഹനമിടിച്ച് കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹം പോലീസ് തിരിച്ചറിഞ്ഞു. പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മേലെടുത്ത് രംഗനാഥന്റെ മകൻ അനിരുദ്ധാണ് മരിച്ചത്. ബൈക്കിൽ അമിത വേഗതയിൽ ഹെൽമറ്റ് ധരിക്കാതെയാണ്. എന്റെ മോനെ, ആർക്കുവേണ്ടി ഞാൻ ഈ കഷ്ടപ്പെട്ടു. പണമുണ്ടാക്കാൻ ആർത്തിയിൽ ഓടി നടന്നപ്പോ കണ്ണു നിറച്ചൊന്നും കണ്ടില്ല ഞാൻ എന്റെ മോനെ. അവന്റെ കൂട്ടുകെട്ടുകൾ മോശമാണെന്നറിഞ്ഞിട്ട് പറഞ്ഞു തിരുത്തി നേർവഴിക്ക് നടത്തി. വഴക്ക് പറഞ്ഞ് ആട്ടി ഇറക്കിയതല്ലാതെ
ഈ കൈ കൊണ്ടൊന്ന് തൊട്ട് ലാളിച്ചിട്ടില്ല ഞാൻ എന്റെ പോലെ. അടിയ, എനിക്ക് എന്റെ കുഞ്ഞിനെ അവസാനമായിട്ടൊന്ന് കാണണം. മുഖം തരാതെ നടന്നിരുന്ന അവന്റെ കവിളിൽ ഈ അച്ഛന്റെ സ്നേഹവാത്തിൽ നിറഞ്ഞൊരു അന്ത്യചുംബനം നൽകണം. നമ്മളാലിക്കുട്ടനെ തല ചതഞ്ഞൊരു കൂട്ടണ മാത്രേ എല്ലോ പോലെ. മൃതിവരം തന്ന ജന്മമേ നിന്നുടെ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. നരകഗാഥയിൽ എന്നെ ആർത്തസ്വര കണികയായി കൊരുത്തിട്ടതെന്തു നീ. മൃതിവരം തന്ന ജന്മമേ നിന്നുടെ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. എങ്ങും മുഖംമൂടികളാണ് അരങ്ങു വാഴുന്നത്. ഭൂമി എന്ന ഗോളത്തിന്റെ നീലമയും പച്ചപ്പും നിറഞ്ഞ പുറംചട്ട പോലും ഒരു മുഖംമൂടിയാണ്. കപടതയുടെ മുഖംമൂടികളണിന് മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്തി നാം നേടിയെടുക്കുന്ന ഒന്നിനും ശാശ്വതമായൊരു നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവിൽ ഇവിടെ പൂർണ്ണമാകുന്നു ദി മാസ്ക്.